ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ 2025 രണ്ടാം പകുതിയിൽ കരിയറിലും ലവ് ലൈഫിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് റീഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരൊറ്റ റീഡിംഗ് ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ താഴെ അത് വലിയ റീഡിംഗ് ആണ് എന്നൊക്കെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ ടോപ്പിക്കാണ് ചെയ്യണം എന്നും മലയാളത്തിലും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടോപ്പിക്ക് തന്നെ പക്ഷെ ഇനി സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് സെഷൻ ആണ്. ഇവിടെ നമ്മൾ നിങ്ങളുടെ കരിയർ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓരോ മാസത്തെയും എനർജി എങ്ങനെയാണ് എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് തന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ചാമുകളാണുള്ളത്. 3 ഗ്രൂപ്പിന്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ചാം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 2025 രണ്ടാം പകുതിയിൽ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ജൂലൈ മാസത്തിൽ എങ്ങനെയായിരിക്കും എനർജി എന്ന് നോക്കാം. 2025 രണ്ടാം പകുതിയിലെ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? ജൂലൈ 2025 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയായിരിക്കും? ജൂലൈ 2025 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് സ്റ്റാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ ഫോക്കസ് ചെയ്യിക്കാൻ നോക്കുകയാണ്. ഓക്കെ, സ്റ്റാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കരിയറിൽ ജൂലൈ മാസം കാണുന്നത് കേട്ടോ. കാര്യമായിട്ടുള്ള ഒരു നിങ്ങളുടെ ആഗ്രഹം എന്തോ സഫലീകരിക്കുന്നതിൻ്റെ ഒരു സൂചന കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം ആ നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ അത് തന്നെയാണ്. അപ്പൊ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ആ ലക്ഷ്യത്തിനായിട്ട് ഓൾറെഡി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറെ നാളുകളായിട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറെ ചാലഞ്ചസ് നിങ്ങൾ അതിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നുള്ള പോലെ ഒരു സംശയം അടക്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഞാൻ കാണുന്നത്. അത്രയും അതായത് അങ്ങനെ ഒരു സംശയം വരണമെങ്കിൽ അത്രയും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ആ ഒരു ലക്ഷ്യം എന്താണോ നിങ്ങളുടെ കരിയറിൽ ജൂലൈ 2025 അതിൽ ഒന്നുകിൽ ആ ആഗ്രഹം നടക്കുകയാണ്. അതാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നു, നിങ്ങൾ ആ ആഗ്രഹം നേടിയെടുക്കുന്നു, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് ആ ലക്ഷ്യം നിങ്ങൾ ജൂലൈ 2025 നിങ്ങൾ നേടിയെടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഈ ഒരു സ്ട്രഗിൾ, ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഒക്കെ മാറി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് എനർജിയിൽ അപ്പൊ നിങ്ങൾക്ക് അവസരങ്ങളാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, സപ്പോർട്ട് വരുന്നു, ഹെൽപ്പ് വരുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. ഇത്ര നാളൊരു നിരാശയും അല്ലെങ്കിൽ ഒരു ആശങ്കയും ഒരു ഭയമൊക്കെയാണ് ഈ പറയുന്ന കാര്യം നടക്കുമോ ഇല്ലയോ, നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ആശങ്കയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ജൂലൈ 2025 അത് മാറുന്നു. അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷ, നിങ്ങൾ വളരെ പോസിറ്റീവ് ആവുകയാണ്. ഓക്കെ, എന്തായാലും അത് നടക്കും, നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കും,
അത് നടന്നിരിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 2025 കരിയറിൽ എന്താണ് ഗ്രൂപ്പ് 1 കരിയറിൽ സംഭവിക്കുക? ഓഗസ്റ്റ് 2025. Clarify the 7 of Cups. കരിയർ സ്റ്റെബിലിറ്റി ആണ് ഞാൻ കാണുന്നത്. അതായത് നിങ്ങൾക്ക് അർഹതപ്പെടുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾ ആഗ്രഹിച്ചതിലും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവും, പക്ഷെ ഒക്കെ ഈക്വലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സെയിം ലെവലിലുള്ള ആ സെയിം സ്റ്റാൻഡേർഡിലുള്ള അതേ ഒരു എന്താ പറയുക, ഇപ്പൊ നിങ്ങളൊരു ഹൈ എൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈ എൻഡ് കമ്പനീസിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പണിംഗ് കരിയറിൽ എന്താണോ അത് ഒന്നിൽ കൂടുതലായിട്ട് വരാം. ജസ്റ്റ് വൺ ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ വൺ ഓപ്പർച്യൂണിറ്റി അല്ല, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് കരിയറിൽ എന്തായാലും സ്റ്റെബിലിറ്റി ആണ് ഓഫർ ചെയ്യുന്നത് ഓഗസ്റ്റ് 2025. ആ ഒരു സ്റ്റെബിലിറ്റി അവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്റ്റേബിൾ ആവുന്നു. ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അതിൽ ആ ഒരു പ്രൊമോഷനിലൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ കരിയറിലും ഫൈനാൻസിലും തരുന്നതായിട്ട് കാണുന്നു. അത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡ്, ഒരു എന്താ പറയുക, അപ്പ് ലെവലിംഗ് ആണ് കരിയറിൽ ഓഗസ്റ്റ് 2025 കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയറിൽ എന്ത് മാറ്റമാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്? എന്താണ് എനർജി? ക്ലാരിഫൈ ദ 8 of Pentacles. സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം കാണുന്നു സെപ്റ്റംബറിൽ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ സ്കിൽസ് നേടിയെടുക്കുന്നതിനും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടുന്ന ആവശ്യമായ ട്രെയിനിങ്, അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നത് സെപ്റ്റംബറിലാണെന്ന് കാണുന്നു. അതിപ്പോ പുതിയ ജോബിൽ നിങ്ങൾ എത്തുന്നതാണെങ്കിൽ കൂടെ ആ ജോബിൽ ആ ഒരു പുതിയ ജോബ് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത എനിക്ക് ഒരു കിട്ടുന്ന ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു സെയിം ജോബ് തന്നെയാണ് കിട്ടുന്നത്. അതിലൂടെ പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക, കൂടുതൽ സ്കിൽസ് അച്ചീവ് ചെയ്യുന്നതിന്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന്, പിന്നെ അതുപോലെ തന്നെ അറിവ് നേടുന്നതിന് ഉള്ള അവസരങ്ങൾ, ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ് സെപ്റ്റംബറിൽ. മാത്രമല്ല പൊതുവെ വളരെ ശാന്തമായ സ്വസ്ഥമായ ഒരു സമയം. അപ്പൊ നിങ്ങൾ പുതിയൊരു ജോബിൽ ജൂലൈയിൽ കയറുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ അതിലേക്ക് എന്താ പറയുക, കംപ്ലീറ്റ്ലി അതിലേക്ക് എങ്ങനെയാണ് പറയാ, നമ്മള് സെക്യൂർ ആവാന്ന് പറയില്ലേ, അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആവുക. ആ പുതിയ ആ ഒരു മാറ്റവുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുന്നത്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഇണങ്ങിച്ചേരുന്നത് സെപ്റ്റംബറിലാണ്. ഓക്കെ, സെപ്റ്റംബർ തൊട്ട് നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് 2 മാസം കുറച്ച് തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവും. കാരണം പുതിയ അന്തരീക്ഷം, പുതിയ ആളുകൾ, കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റ് മുതൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത് സെപ്റ്റംബർ മുതൽ. ഒക്ടോബർ 2025 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? Clarify the 3 of Pentacles. ഓക്കെ,
ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇപ്പൊ ചിലർക്കാണ് ഈ ജൂലൈയിൽ കിട്ടുന്നത്. ഓക്കെ, കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ചില ആളുകൾക്ക് ഞാൻ കാണുന്നു അവർ ആഗ്രഹിച്ച ഒരു ഡ്രീം ജോബ് അവരിലേക്ക് എത്തുന്നത് ഒക്ടോബറിലാണ്. ഓക്കെ, ഒക്ടോബറിൽ അതീ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഈ ട്രാവൽ ആൻഡ് റീലൊക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ യാത്ര റീലൊക്കേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് തന്നെ, പക്ഷെ ഇപ്പൊ വേറൊരു രാജ്യം, വേറൊരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ വേറൊരു ടൗൺ, അങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലൊക്കേഷൻ, അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഓൾറെഡി ജൂലൈയിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഒക്ടോബറിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചില ഓപ്പർച്യൂണിറ്റീസ്, ചില ഓഫർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ കയറിയത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ പുതിയതിലേക്ക് പോകണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഓൾറെഡി ജൂലൈയിൽ ജോലിക്ക് കയറിയിട്ടുള്ള ആളുകൾ, ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് ജോലിയിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിയിൽ ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ഷിഫ്റ്റ്, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം എന്ന് പറയണേ. അതിപ്പോ ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി കിട്ടുന്നതാണ്, മനസ്സിലായോ? ഇനി ജോബ് ഓൾറെഡി ജോലിയുള്ള ആൾക്ക് ജോബ് പ്രൊമോഷൻ ആണെങ്കിൽ ആ ജോബ് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ജോലിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ് വരണമെന്നാണെങ്കിൽ അത് സംഭവിക്കുന്നു. എന്താണോ നിങ്ങൾ ലക്ഷ്യം വെച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത് നിങ്ങളുടെ കരിയറിൽ, അതാണ് നിങ്ങൾക്ക് ഈ ജൂലൈ ഓഗസ്റ്റ് മാസമായിട്ട് കിട്ടുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ വർക്ക് പ്ലേസിലെ സോൾ ട്രൈബ് മെമ്പേഴ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഒക്ടോബറിലാണെന്ന് കാണുന്നത്. അതിനൊരു സാഹചര്യം കാണുന്നു. നിങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കൊളീഗ്സ് ഉണ്ടാകുന്നു, അവരുടെ സപ്പോർട്ട് കിട്ടുന്നു. അപ്പൊ കരിയറിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടുന്ന അഡ്വൈസസ്, അതുപോലെ സപ്പോർട്ട് എല്ലാം നിങ്ങളുടെ കൊളീഗ്സ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, മൾട്ടിപ്പിൾ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, അഗെയിൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ അതേ പക്ഷെ റീലൊക്കേഷൻ ഇൻവോൾവ് ആയിരിക്കും. ഓവർസീസ് ആയിട്ടുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെയാണ് ചോയ്സ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളത് എന്തായാലും ചൂസ് ചെയ്യണമെന്നൊന്നും യൂണിവേഴ്സ് പറയുന്നില്ല. ഇനി നവംബർ 2025 ഗ്രൂപ്പ് 1ന്റെ കരിയർ എങ്ങനെയാകും? നവംബർ 2025. Clarify the King of Cups. Thank you. Clarify Four of Pentacles. Okay. Clarify the Four of Pentacles. നിങ്ങൾക്ക് നവംബറിൽ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്തിനുള്ള ഒരാളായിരിക്കാം. ഒരു കിങ് ഓഫ് കപ്സ് എനർജിയാണ് കിട്ടുന്നത്. ഒരു സ്വീറ്റ് കെയറിംഗ് ആയിട്ടുള്ള ഒരു മസ്കുലിൻ എനർജിയാണ് കാണുന്നത്. ഇവര് ഒരു നിങ്ങൾക്ക് നല്ല ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യുന്നതിന് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ സപ്പോർട്ട്, അവരുടെ അഡ്വൈസ്, അവരുടെ ഹെൽപ്പ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു വ്യക്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നത്, ആ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ആ കണക്ഷൻ സംഭവിക്കുന്നത് നവംബറിലാണ്. അപ്പൊ നിങ്ങൾ അവരെ പരിചയപ്പെടുമ്പോൾ അവർ കുറച്ച് ചിലപ്പോൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, മാനേജ്മെന്റ് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരിക്കാം. അവരോട് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ആ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യുക. ചിലപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇവന്റ്, എന്തെങ്കിലും ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാവും നിങ്ങൾ ഇവരെ പരിചയപ്പെടുന്നതൊക്കെ. നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ആ പരിചയപ്പെടുമ്പോൾ അവരായിട്ട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെയാണ് ഉത്തരവാദിത്തം അവിടെ. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ അവർ നിങ്ങളെ ഒരുപാട് കരിയറിൽ പ്രോഗ്രസ് ചെയ്യുന്നതിൽ, കരിയറിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിസംബർ 2025 ഗ്രൂപ്പ് 1ന്റെ കരിയർ എങ്ങനെയാകും? Clarify the Ten of Pentacles.
clarify the Five of Pentacles. Five of Wands. ഓക്കെ, അപ്പോൾ ഡിസംബർ 2025 ആകുമ്പോഴേക്കും കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് കൂടുതൽ എൻജോയബിൾ ആകുന്നതായിട്ട് കാണുന്നു, നിങ്ങളുടെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല പിന്നെ നിങ്ങൾ കരിയറിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കമ്പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ കെയറിങ് ആയിട്ടുള്ള, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ആയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതിന് മുൻപ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങള്, സങ്കടങ്ങൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് ഈ ഒരു പർട്ടിക്കുലർ എനർജി, ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നിങ്ങളുടെ വർക്ക് എൻവയോൺമെന്റ്, ഓക്കെ, പുതിയ വർക്ക് എൻവയോൺമെന്റ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, റിസ്കുകൾ എടുക്കുന്നത്, എന്തെങ്കിലും റിസ്ക്, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവസരം വരാം. കൃത്യമായിട്ട് എൻ്റെ റിസ്ക് എത്രത്തോളമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടെ മാത്രം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തു പറയുന്നുണ്ട്. ഡിസംബറിൽ നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും അത് കുറച്ചും കൂടി നിങ്ങളുടെ കരിയറിൽ ഉയർച്ച കൊണ്ടുവരാനും സാധ്യത കാണുന്നു. മാത്രമല്ല, ജനറലി നിങ്ങൾ അതുവരെ നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ കരിയർ ഒരു ജോബ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഫൈനാൻഷ്യൽ സ്ട്രഗിള്, നിങ്ങൾ നേരിട്ടിട്ടുള്ള കുറെ വിഷമുണ്ടാക്കുന്ന അവസ്ഥകള്, അനുഭവങ്ങള്, റിജക്ഷൻസ്, ഒക്കെ ഒറ്റപ്പെടൽ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ റിയാലിറ്റിയിൽ ഉണ്ടാകുന്നത്, നിങ്ങൾക്കത് വളരെ എവിഡന്റ് ആയിട്ട് കാണുന്നത് ഡിസംബറിലാണ് എന്നാണ് കാണാൻ സാധിക്കണേ. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളും സെക്യൂർ ആകുന്നുണ്ട്. നിങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ വളരെ രസകരമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലിയും അവർക്ക് അതുപോലെ വളരെ ഫൈനാൻഷ്യലി സ്റ്റേബിളും സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, വളരെയധികം നിങ്ങൾ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ, ഒരു കെയറിങ്ങും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ സ്പേസിൽ. ഓക്കെ, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, ബാലൻസ്ഡ്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും നിങ്ങൾക്ക്. അതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ രണ്ടാം പകുതിയിലേക്ക് ഗ്രൂപ്പ് 1-ന് അവരെ കരിയറുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, പിന്നെ പാസ്റ്റിലുള്ള അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഇതൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം. മനസ്സിലായോ? ഈ എന്താ പറയാ, പാസ്റ്റ് കഴിഞ്ഞു പോയതാണ് അല്ലെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ഒരുപാട് ആലോചിച്ചിരിക്കണേല് അർത്ഥമൊന്നുമില്ല, എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലേന്നൊന്നും. ഓക്കെ, പിന്നെ നിങ്ങളുടെ രണ്ടാം പകുതിയിൽ ഞാൻ കാണുന്നത് പുതിയ തുടക്കം കാണുന്നുണ്ട്. അതിനുള്ള വളരെയധികം സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ജോലി ഇല്ലാതിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്നവർക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കിട്ടുമ്പോൾ പഴയത് വെച്ച് കമ്പയർ ചെയ്തോ, പഴയതിൽ ഇങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെയാണ്, എത്ര നന്നായി പോകുന്നത്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പഴയത് കഴിഞ്ഞതാണ്, കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ഗോള് വേണ്ടാന്ന് വെക്കരുത്. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച്, പ്രത്യേകിച്ച് നിങ്ങളൊരു പ്രോഗ്രസ് ഇനി കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരു എന്ന് പറയുന്നത് മതി, ഉപേക്ഷിക്കുക. എത്രയായി ഇതിനു വേണ്ടി ശ്രമിക്കുന്നു, എന്തോരം സ്ട്രഗിൾസ്, എന്തോരം ചാലഞ്ചസ് ഓവർകം ചെയ്തു, എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച റിസൾട്ട് വരുന്നില്ല, ചിലപ്പോൾ ഞാൻ പോകുന്ന ദിശ തെറ്റായിരിക്കാം എന്നുള്ളൊരു ചിന്തയോടെ നിങ്ങൾക്കത് കളയാം, അല്ലെങ്കിൽ മതിയാക്കാം എന്നൊരു ചിന്തയുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ലക്ഷ്യത്തെ വേണ്ടാന്ന് വെക്കരുത്, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നിങ്ങളിപ്പോൾ എടുക്കുന്ന ഹാർഡ് വർക്ക്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം.
ആ ആക്ഷൻസ് വളരെ കൺസിസ്റ്റന്റ് ആയി എടുക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഈ 2025 രണ്ടാം പകുതിയിൽ തന്നെ നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ലയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ളതേ സംഭവിക്കൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരൂ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അതങ്ങനെ വിശ്വസിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നത് ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോബിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കരിയറിലുള്ള നിങ്ങളുടെ ഗോൾസ് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻസ് എടുക്കുന്നതിലൊക്കെ അത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കാൻ പറയുന്നു. അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുക, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അടുക്കും ചിട്ടയോടും കൂടെ ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെറിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുന്നത്, നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്വൈസ്, നിങ്ങൾക്ക് ലഭിക്കുന്ന സജഷൻ, അത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ സഹായിക്കുന്നതാകുമ്പോൾ അതിനെ നിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അഡ്വൈസ്, സജഷൻസ്, അല്ലെങ്കിൽ കിട്ടുന്ന സപ്പോർട്ട്, ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോടൊക്കെ നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയണം. അത് മാത്രമല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ വലിയ അനുഗ്രഹങ്ങൾക്കും നല്ല അനുഭവങ്ങൾക്കും എല്ലാം യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടഡ് ആയിരിക്കാം. എല്ലാം നടക്കുന്നത് ഒരു യൂണിവേഴ്സിന്റെ പ്രീ പ്ലാൻഡ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കാം. അത് ആ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. പഴയ കാര്യങ്ങളെ കുറിച്ച് കഴിവതും ഓർക്കാതിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതലുമായിട്ടും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, അതിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും ഊട്ടി ഉറപ്പിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ. കരിയറിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി, ഇപ്പൊ ക്ലാരിറ്റി ഇല്ലാതിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ആ ക്ലാരിറ്റി ഇപ്പോഴാണ് നിങ്ങൾ വരുത്തേണ്ടത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ ആഗ്രഹിക്കുന്നത്, ഏത് ലെവലിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത നിങ്ങൾ ഇപ്പോൾ വരുത്തണം. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങുള്ളൂ. ആ വ്യക്തത എത്രയും പെട്ടെന്ന് വരുത്തുന്നു, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് 1 ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പിക്കാച്ചാം റീഡിങ്ങുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇവിടെ ഷഫിൾ ചെയ്യാം. ഞാൻ ഇനി ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഞാൻ പോസ് ചെയ്ത സമയം എന്ന് പറഞ്ഞിട്ട് 23 ആയിരുന്നു കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആ നമ്പറൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞാൽ CRL ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഈ പറഞ്ഞ ലെറ്റേഴ്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, അപ്പൊ ഇനി വരുന്ന മാസങ്ങളിൽ ഈ തീയതികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. 3, 9, 13, 31. പിന്നെ വിർഗോ, നിങ്ങൾക്ക് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ വിർഗോ പ്ലേസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിർഗോ സീസൺ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നവംബർ ആയിട്ടാണ് വരുന്നത് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഒക്ടോബർ നവംബർ ടൈം ആണെന്നാണ് എൻ്റെ ഒരു ഊഹം, എനിക്ക് ഉറപ്പില്ല. ആ ഒരു സീസൺ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ മന്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ആ ഡിസംബർ മന്തിൽ തന്നെയാണ് ആ ഷിഫ്റ്റിന്റെ ഒരു റിയലൈസേഷൻ 3D റിയാലിറ്റിയിൽ വ്യക്തമായി കാണുന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഡിസംബറിൽ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വീക്ക് ഡേയ്സ് 2 കിട്ടിയിട്ടുള്ളത്, സൺഡേ, മൺഡേ. പക്ഷെ ഈ ഒരു ഡെക്കിൽ സൺഡേ 2 കാർഡ്സ് ഉണ്ട്. അത് വളരെ അപൂർവമായിട്ടാണ് ഒരുമിച്ച് വരിക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥം. ഇനിയുള്ള മാസങ്ങളിൽ ഞായറാഴ്ചകളാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. അപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുക, എന്തെങ്കിലും പുതിയതായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും പുതിയതായിട്ട് കരിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞായറാഴ്ചയിൽ അത് ജസ്റ്റ് തുടങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഞായറാഴ്ച, തിങ്കളാഴ്ച, ഞായറാഴ്ച പ്രത്യേകിച്ച്
തുടങ്ങി വെക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കരിയറിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, റിച്വൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച തുടങ്ങുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായി കാണുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ജനിച്ച ദിവസവും ആകാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ അതായത് ഈ രണ്ടാമത്തെ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾ റെഡി. എനിക്ക് ആ കൺഫ്യൂഷൻ വരാണ്. ചാമിൽ പറയുന്ന കാര്യം ഫൈലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്സ് ആവുന്നുണ്ട്. ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് വേറെ ഫോണാണ്. അപ്പം ഇതിലത്തെ സിസ്റ്റം ഒക്കെ വ്യത്യാസമാണ്. പിന്നെ ഇതിൽ എനിക്ക് കിട്ടുന്ന ഒരു കളറിൻ്റെ, അതായത് ഈ വിഷ്വൽസിൻ്റെ കളർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെയാ തോന്നുന്നു ഞാൻ കുറച്ചൊരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയി പോകുന്നുണ്ട്. ബട്ടൺസ് ഒക്കെ വേറെ സ്ഥലത്താണ്. സ്റ്റോപ്പ് ബട്ടണും പോസ്റ്റ് ബട്ടണും ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ അത് 10 പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വളരെ അപ്പം അതിനോട് യൂസ് ടു ആവാൻ കുറച്ചൊരു സമയം എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഈ 2025 രണ്ടാം പകുതിയിൽ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കരിയർ എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യമേ നോക്കാം. ജൂലൈ 2025 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? ജൂലൈ 2025 നമ്മൾ ജൂലൈൻ്റെ ഒരു ഡീറ്റെയിൽ റീഡിങ് അടുത്ത ആഴ്ച വരും കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ഹാഫ് ഇയർലി റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ എനർജറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ ബേസ് ചെയ്തിട്ട്, ലവ് ലൈഫിനെ ബേസ് ചെയ്തിട്ട് പിന്നത്തെ ആഴ്ച, അടുത്ത ആഴ്ച അല്ല, അതിൻ്റെ പിന്നത്തെ ആഴ്ച നമുക്കിടാം. ക്ലാരിഫൈ ദ ഡെത്ത്, ക്ലാരിഫൈ ദ ഡെത്ത്. താങ്ക് യു. ക്ലാരിഫൈ ദ ടവർ. വിഷമിക്കണ്ട. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ജൂലൈ ആയിരിക്കുക കരിയറിൽ. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻഡിങ്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾ, അവസാനങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല, അപ്രതീക്ഷിതമായിരിക്കും. ഓക്കെ, പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതായിക്കോട്ടെ, അവസാനങ്ങൾ ഉണ്ടാകുന്നതായിക്കോട്ടെ, എല്ലാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. പക്ഷേ എൻഡ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ കരിയറിൽ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഒരു സഡൻ എൻഡിങ് ഉണ്ടാകുന്നത് ജൂലൈയിലാണ്. ഓക്കെ, പീസ്ഫുൾ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ജൂലൈ ഒരു പകുതി, രണ്ടാം പകുതിയിൽ എത്തി അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ വളരെ സമാധാനം നിറഞ്ഞൊരു സമയത്തായിരിക്കും എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാർഡുകൾ ക്ലിയർ ആയി കാണാൻ ഉള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടവർ കാർഡ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഡെത്തും ടവറും പറയുന്ന ഒറ്റ കാര്യമാണ്. ഡെത്ത് പറയുന്നത് പുതിയ ബിഗിനിങ്. ഓക്കെ, സംതിങ് ഈസ് എൻഡിങ്, എന്തൊക്കെയോ അവസാനിക്കുന്നു, പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു. ടവർ വരുമ്പോൾ പെട്ടെന്നാണ് ഈ തുടക്കവും അവസാനം ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ഈ ഒരു തുടക്കവും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവസാനവും ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ റിയാലിറ്റി നിങ്ങളുടെ കരിയറിൽ എന്താണോ അതിന് പെട്ടെന്നുള്ളൊരു അവസാനം, അവിടെ പുതിയൊരു തുടക്കം. പക്ഷെ ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് കരിയറിൽ തരുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്ന് മാത്രം. നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിന്റെ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുകയാണ്, ഒരു റീ അറേഞ്ച്മെന്റ് സംഭവിക്കുന്നതാണ് ജൂലൈയിൽ. നിങ്ങൾക്കത് നല്ലതിനായിരിക്കും. ഇനി ഓഗസ്റ്റ് 2025 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാവും? Clarify the 8 of Cups. Clarify the 8 of Cups. Clarify the Fool. വാ, നല്ല എനർജിയാണ് കേട്ടോ. ആ ഒരു ഫ്ലോ ഈ ലെവലിലാണ് പോണ അടിപൊളിയാണ് നിങ്ങൾക്ക് രണ്ടാം പകുതി കരിയറിൽ. നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നന്നായിരിക്കും എന്നുള്ളത്. എനിവേസ്, അപ്പോൾ ഒരു സിനാരിയോ എൻ്റെ മനസ്സിൽ വന്നതാണ്, ഞാൻ ഷെയർ ചെയ്യാം. അതെല്ലാവർക്കും കണക്ട് ചെയ്യില്ല, കണക്ട് ചെയ്യുന്നവർ മാത്രം എടുക്കാം. നിങ്ങളിപ്പോൾ ഓൾറെഡി ജോലിയിലുള്ള ഒരാളാണ്. ഓക്കെ, കുഴപ്പമില്ലാതെ പോകുന്നു, വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്നാണ്. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജൂലൈയിൽ. നിങ്ങളുടെ കയ്യിലായിരിക്കില്ല. ജൂലൈയിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹം ഞാൻ ഇത് ചെയ്യും എന്നുള്ള ആ ഒരു എന്താ പറയാ
വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. കാരണം നിങ്ങളൊട്ട് പ്രതീക്ഷിച്ചിട്ടില്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ആ ഒരു അവസാനം ഉണ്ടാകുന്നത്. പക്ഷേ ആ ജൂലൈ മാസം അവസാനത്തോടു കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പൊ ഈ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട്, കൊളീഗ്സ് എന്നുള്ള സപ്പോർട്ട് ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല, കോമ്പറ്റീഷൻ കൂടുതലായിരുന്നു, മാത്രമല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ മാറി ഇത് വളരെ എന്താ പറയാ, നിങ്ങൾക്ക് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ്, നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു വർക്ക് എൻവയോൺമെന്റ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ആ ടൈപ്പ് ഓഫ് എനർജിയെ അല്ല അവിടെ. വളരെ കുറച്ചും കൂടെ ബാലൻസ്, കുറച്ചും കൂടെ ഹാർമോണിയസ്, അതായത് ഇതാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്ക് എൻവയോൺമെന്റ് ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് ജോബ് ഉണ്ട്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് കൊളീഗ്സ് വരെ ഉണ്ട്. അതിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അതിനാണ് ഈ ടവർ മൊമെന്റ് സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ അതിൽ നിന്ന് ഉള്ള ജോലിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ശ്രമം ഇല്ല. കാരണം പല കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തൊരു ഫാമിലി തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വളരെ റെക്ലെസ് ആയിട്ട് ഉള്ള ജോലി ഉപേക്ഷിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് സ്വീകരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ അത് അങ്ങനെ ആ റിസ്ക് എടുക്കുന്നില്ല. കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ അതുവരെ ഈ ഒരു ജോലിയിൽ തന്നെ തുടരാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ. അതാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സായിട്ട് ഇന്റർഫിയർ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് തരാത്ത ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളെ കംപ്ലീറ്റ്ലി ഒരു ന്യൂ എൻവയോൺമെന്റിലേക്ക് കൊണ്ടിടുന്നത്. പക്ഷെ അവിടെ നിങ്ങൾക്ക് കൂടുതൽ ബാലൻസ്, ഹാർമോണിയസ് ആയിരിക്കും. നിങ്ങൾ ഡിവൈൻലി അലൈൻഡ് ആയിട്ടുള്ള, എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസിലേക്കാണ് നിങ്ങൾ മാറുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയറിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, 3 ഓഫ് കപ്സ്. സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കരിയർ എങ്ങനെയായിരിക്കും? Chariot. ഞാൻ പറഞ്ഞില്ലേ നല്ല എനർജിയാണെന്ന്, എനിക്ക് ആ ഒരു സെൻസ് കിട്ടുന്നുണ്ട്. നല്ല എനർജിയാണ്, ഇതിങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതിന്റെ ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ ഒരു മാതിരിയാണ്. അതായത് നല്ലതാണ് കേട്ടോ, എനിക്ക് ശീലമില്ലാത്ത കാരണമാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായത് 9 വർഷത്തെ ഫോണാണ്, ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോൺ. അതെന്ന് പറയുമ്പം എനിക്കത് അത്രയും കാണപ്പാടായില്ല കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്, ഇത് വേറെ കമ്പനി തന്നെയാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ വീട്ടിൽ പറയണ പോലെ ഞാൻ ചെറുതായിട്ട് ഒരു അമ്മായിമ്മ പോലെ എടുക്കാണ് ഈ ഫോണിന്റെ അടുത്ത്. ഞാനിപ്പോഴും എന്റെ പഴയ ഫോൺ ഇങ്ങനെ ആയിരുന്നില്ല, എന്റെ പഴയ ഫോൺ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും എനിക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോ നിങ്ങളുടെ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ന്യൂ ജോബിലേക്ക് കയറിയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കൊളീഗ്സ്, ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് സെലിബ്രേഷൻ എനർജി കാണുന്നുണ്ട്. അപ്പൊ കരിയറിൽ നിങ്ങളുടേതായ ചില അച്ചീവ്മെന്റ്സിന്റെ ഒരു സെലിബ്രേഷൻ അവിടെ കാണുന്നു. മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ കരിയറിലാകുന്നത് അവിടെ കൂടുതൽ കോൺഫിഡൻസോടെ നിങ്ങളുടെ കഴിവ് മുഴുവൻ പുറത്തെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം, ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ്, ഒരു വർക്ക് പ്ലേസ്, കൊളീഗ്സിനൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. അപ്പൊ സെലിബ്രേഷൻ ഉണ്ട്, എന്താ പറയാ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുന്നു. അപ്പൊ നിങ്ങളുടെ അതേ വേവ് ലെങ്ത് ഉള്ള, നിങ്ങളായി മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന ആളുകൾ, ഓക്കെ, നിങ്ങൾക്ക് കരിയറിൽ വേണ്ടുന്ന പ്രോത്സാഹനവും സപ്പോർട്ടൊക്കെ തരുന്ന ആളുകൾ, ജെന്യുവിൻലി നല്ല ഇന്റൻഷൻസ് ഉള്ള ആളുകൾ, അനാവശ്യമായിട്ടൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കോംപ്ലക്സോ ഒന്നും ഇല്ലാത്ത ആളുകൾ, അങ്ങനെ കുറച്ച് പേരെ നിങ്ങൾ പരിചയപ്പെടുന്നതോ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇനി ഓൾറെഡി എന്താ പറയാ ഒരു ഓവർസീസ് ജോബ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി വരുന്നത് സെപ്റ്റംബറിലാണ്. ഓക്കെ, അത് വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അതായത് അത് ലൈഫ് സെറ്റ് ആകുക എന്ന് പറയുന്നത്, ലൈഫ് സെറ്റ് എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ലൈഫ് സെറ്റ് ആണ്, ആ ജോബിൽ കയറിയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ജോബാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അപ്ഗ്രേഡ്, അതിനുള്ള പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഓക്കെ,
നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ട് കളഞ്ഞാൽ അതിലാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുക. മനസ്സിലായില്ലേ? അത് എപ്പോഴും ഓർക്കാട്ടോ. കാരണം നമുക്കിവിടെ ഒരു ഫുൾ കാർഡ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണെന്നാണ് കാണുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ വേണ്ടാന്ന് വെക്കാൻ ഒരു സാധ്യതയും ഉണ്ട്. അപ്പൊ അതെപ്പോഴും മനസ്സിൽ കരുതുക. ഓക്കെ. അപ്പോ കരിയറിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നു, കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു, ആത്മവിശ്വാസം നേടുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കരിയറിൽ എങ്ങനെ പ്രോഗ്രസ് ഉണ്ടായി കൊണ്ടുപോകുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. അല്ലെങ്കിൽ പറഞ്ഞ ഓവർസീസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. നിങ്ങളിലേക്ക് നിങ്ങളായിട്ട് കുറേ നല്ല അബണ്ടന്റ് എനർജിയാണ് നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ആകർഷിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചേസ് ചെയ്യുന്നതായിട്ട് കാണില്ല. നിങ്ങളിലേക്ക് നിങ്ങളൊരു മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, കരിയറിലൂടെ നിങ്ങളുടെ ഫൈനാൻസ് സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ ഉയർച്ച ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ. അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്കൊരു മാഗ്നറ്റിക് എനർജിയാണ്. ഇപ്പം ആരെങ്കിലും നിങ്ങളോട് തന്നെ പറയാം എന്താ തൊടുന്നതൊക്കെ പൊന്നാണല്ലോ. അതായത് അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ. എന്ത് ചെയ്താലും അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുക, എന്ത് ചെയ്താലും സക്സസ്ഫുൾ ആവുക. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒക്ടോബർ 2025 ഗ്രൂപ്പ് 2 കരിയർ എങ്ങനെയാകും? 6 of Pentacles, clarify. 6 of Pentacles, 9 of Pentacles, clarify. 9 of Pentacles, 9 of Wands. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു നവംബർ അല്ലല്ലോ, അതെ നവംബർ ആണോ, അല്ല ഒക്ടോബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതെ ഒക്ടോബർ മന്തില് എന്താ സംഭവിക്കണമെന്ന് വെച്ചാല് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ. നിങ്ങൾ എന്ത് എനർജിയിലാണോ ആയിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. എന്ത് ഈ ഈ നിങ്ങൾ എവിടെയാണോ കരിയറിലായിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, ഇത് ഞാൻ അർഹിച്ചതാണ്, ഇതാണ് ഞാൻ അർഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബ്, ഇതിലേക്ക് വരാനാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒക്ടോബറിലാണ് എന്ന് ഞാൻ കാണുന്നു. പിന്നെ മാത്രമല്ല നിങ്ങളുടെ കരിയർ ത്രൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. അത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, ഓക്കെ, നോട്ടബിളി നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ജീവിത ശൈലിയില് ഒരു മുന്നേറ്റം കൊണ്ടുവരുന്നത്, ഒരു ഉന്നതി കൊണ്ടുവരുന്നത് ഒക്ടോബറിലായിരിക്കും. ആ ഒരു സ്ട്രഗിളും ഒക്കെ അവസാനിച്ച്, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് എല്ലാം അവസാനിച്ച് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ കൺസേൺസ് ഒട്ടുമില്ലാത്ത, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാവില്ല നിങ്ങൾക്ക്. കാരണം 9 of Pentacles എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്, ലക്ഷറി ആണ്. അപ്പൊ ആ ലെവലിലാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ഒരു കാര്യമായ പ്രോഗ്രസ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ കരിയർ ത്രൂ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ കാര്യമായ പ്രോഗ്രസ് ഉണ്ടാവുന്നത് ഒക്ടോബറിലാണെന്ന് കാണുന്നു. പിന്നെ നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും ഇത്തിരിയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒക്ടോബർ നവംബർ സമയത്താണ് നിങ്ങൾ അതിൽ സക്സസ്ഫുള്ളി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ ചാലഞ്ച് ഉണ്ടാവും, പക്ഷെ നിങ്ങളത് വിട്ടുകൊടുക്കുന്നില്ല എന്ന് കാണുന്നു. നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ ഒരു വിക്ടറി ആയിട്ടാണത് നിങ്ങൾ കണക്കാക്കുന്നത്. നവംബർ 2025 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? Clarify the Page of Cups, okay. ഓക്കെ. നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നവംബറിൽ. ഓക്കെ. എന്നാൽ അതേസമയം നിങ്ങൾ കുറച്ച് കോഷ്യസ് ആവുന്ന ഒരു സമയം കൂടാണ് നവംബർ. കാരണം ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു മാസം നിങ്ങൾ പരിചയപ്പെടുന്ന ഏതെങ്കിലും ഒരു കൊളീഗ് ഉണ്ടായിരിക്കും, പ്രത്യേകം നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. കാരണം അവർ നിങ്ങളെ ഈ പറഞ്ഞ പോലെ പിന്നിൽ നിന്ന് കുത്താൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. അവർ ചിലപ്പോൾ വളരെ സ്വീറ്റ് ആയിരിക്കും,
വളരെ എന്താ പറയാ ടൂ മച്ച് സ്വീറ്റ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന, പ്രത്യേകിച്ച് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എപ്പോഴും പറയും. ചില ആളുകൾ എത്ര നിങ്ങളുടെ മുന്നിൽ പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും മാന്യതയുടെ ഒരു എന്താ പറയണ്ടേ ആൾരൂപമായിട്ട് നിന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ അല്ല, ഇവര് ശരിയല്ല, ഇവർ ഇതിന്റെ അകൽച്ച പാലിക്കണം എന്നൊരു തോന്നലുള്ളിൽ ശക്തമായിട്ടുണ്ടാവും അല്ലെ. പലപ്പോഴും നമ്മൾ അയ്യോ നമ്മുടെ തെറ്റായ ധാരണയാണ്, ഇത്രയും നല്ല ഒരു വ്യക്തിനെ എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നൊക്കെ നമുക്ക് സ്വയം തോന്നുമെങ്കിലും പിന്നീട് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന അവസരങ്ങളാവും പിന്നെ ഉണ്ടാവുക. അതുപോലെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോ ആ വ്യക്തിനെ പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ അവരുടെ ഇന്റൻഷൻ ക്ലിയർ അല്ല, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരായിട്ടൊരു അകൽച്ച പാലിക്കാൻ പറയുന്നു. ഏതൊരു വ്യക്തിനെ മീറ്റ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് അവരിൽ നിന്ന് നിങ്ങൾക്കൊരു എന്താ എന്തോ ശരിയല്ല, ഒരു അകലം പാലിക്കണം അങ്ങനത്തെ ഒരു വൈബ് കിട്ടുന്നത്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ഇവന്റ്സിന്റെ ഒക്കെ ഭാഗമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഏതൊരു ഇവന്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ്, ഓഫീസ് അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിട്ടുള്ള ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നതിലാണ്, അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട്. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുഡ് ന്യൂസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള വാർത്തകൾ നിങ്ങളുടെ കരിയറിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമാണ്. നവംബർ അല്ലേ നമ്മൾ പറഞ്ഞേ, അത് ഡിസംബർ ആണോ പറഞ്ഞത്? ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആവുന്നു, ഒരു മിനിറ്റ്. നവംബർ. ഓക്കെ, അപ്പൊ നവംബർ മാസത്തില് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ആ ഒരു കുറെ ഗുഡ് ന്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഇവന്റിന്റെ ഭാഗമാകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ ഇവന്റിലൂടെ ഒക്കെ ആവും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അവരുടെ ഒരു രീതി, അവർ എത്ര വളരെ സപ്പോർട്ടീവ് ആണ്, വളരെ സ്നേഹമാണ്, ഈ പറഞ്ഞ പോലെ നന്മയുടെ പ്രതീകം അല്ലെങ്കിൽ നന്മ മരപ്പോഴത്തെ ഒരു ടേം ഉണ്ടല്ലോ, അതുപോലെ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അവരവരുടെ ശരിയായ ഇന്റൻഷൻ അല്ല കാണിക്കുന്നത്. ചുറ്റുള്ളവരൊക്കെ നിന്നിട്ട് അവർ നല്ല ആളാണല്ലോ, എന്തൊരു നല്ല മനുഷ്യനല്ലേ, എന്തൊരു നല്ല സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലല്ല, ഇവരെ അകൽച്ച പാലിക്കണം, ഇവരായിട്ട് അടുക്കാൻ പാടില്ല എന്ന് തോന്നല് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോ അകൽച്ച പാലിക്കുക. അയ്യോ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നാണല്ലോ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വിചാരിക്കണം, എന്റെ തോന്നലാവും എന്ന് വെച്ച് അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരവസരം കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ക്ലിയർ ആയിട്ട് പറയും ആരെയാണ് അകൽച്ച പാലിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങളെ അവിടെ ഒരുപാട് കൺസേൺ ആവേണ്ടതില്ല, നിങ്ങളുടെ കരിയറിനെ സാബോട്ടേജ് ചെയ്യാനൊന്നും അവർക്ക് സാധിക്കില്ല. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ അകൽച്ച പാലിക്കുക, ദാറ്റ്സ് ഓൾ. അവരായിട്ട് ഒരു തരത്തിലുള്ള കോൺഫിഡന്റ് അത് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. പെരിഫറലായിട്ട് ഒരു ഹായ് ഹലോ ഒക്കെ ആവാം. ഓക്കെ, മിണ്ടാതെ മുഖം തിരിച്ചു പോകണമെന്നല്ല പറയണേ, മനസ്സിലായല്ലോ, ഒരു ടാക്ടിക് ആയിട്ട് നിൽക്കാം ആ ഒരു സിറ്റുവേഷനിൽ. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് വിശ്വസിക്കാൻ പറയുന്നത്. ഡിസംബർ 2025 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിന്റെ കരിയർ എങ്ങനെയാവും? Clarify the Ace of Swords. King of Pentacles. Clarify the King of Pentacles. Thank you. Clarify the Four of Pentacles. Okay, thanks. Four of Pentacles and good again. ഓക്കെ, ഞാൻ കേട്ടൊരു വേർഡാണ് വെൽത്ത് അക്യുമുലേഷൻ, അതായത് സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിജയം, ഒരു ബ്രേക്ക് ത്രൂ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കരിയറിലൂടെ നിങ്ങൾ അത്രയും നല്ലൊരു ലെവലിലേക്ക് എത്തുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ കിട്ടുമ്പോൾ, അങ്ങനത്തെ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുമ്പം, കരിയർ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അതൊരു സിഗ്നിഫിക്കന്റ് പോസിറ്റീവ് ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത് ഡിസംബറിലാണ്. ഓക്കെ, നിങ്ങളുടെ കരിയർ സ്റ്റേബിൾ ആവുന്നു, നിങ്ങൾ കുറച്ചും കൂടെ പവർഫുൾ പൊസിഷനിലേക്ക് മാറുന്നു, നിങ്ങൾ അവിടെ സ്ഥിരമാകുകയാണ്. അതായത് നിങ്ങൾ അവിടെ നിങ്ങളുടേതായ ഒരു മുദ്ര പതിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി, നിങ്ങളുടേതായ ബ്രാൻഡിങ് ഉണ്ടാക്കി കഴിയുകയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന, ഞാൻ ഒരു ടാസ്കിന്റെ കാര്യം നമ്മളോട് പറഞ്ഞല്ലോ, അതിന്റെ അച്ചീവ്മെന്റ് ആയിരിക്കാം
ഇതിലേക്ക് കടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം, നിങ്ങളുടേതായ ഒരു ബ്രാൻഡിങ് ആ ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാക്കുന്നതും നിങ്ങളുടെ കരിയറിൽ ഒരു ഹ്യൂജ് ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നതും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വെൽത്ത്, അതായത് അതിൽ നിന്ന് നിങ്ങളുടെ സിഗ്നിഫിക്കൻ്റ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ അത് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം മാറി മറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഒരു ഭാഗ്യമുള്ള, കൂടുതൽ പ്രോഗ്രസ് ഉള്ള ഒരു സമയമാണ് ആ ഒരു ബ്രേക്ക് ത്രൂ തൊട്ട് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇത് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാം. അതായത് ഇത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരമാണ് ഈ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഫിഗറേറ്റീവ്ലി ആയിരിക്കും പ്രോഗ്രസ്. അതായത് ഒരു ഹയർ ലെവൽ പൊസിഷനിലേക്ക് ഈ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നേട്ടം കൊണ്ട് നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഒരു പ്രൊമോഷൻ കിട്ടാം. അങ്ങനെ ഒരു അപ്ഗ്രേഡ്, ഒരു പ്രോഗ്രസ് ആണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്, ആ സിഗ്നിഫിക്കന്റ് ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത് ഡിസംബറിലാണ്. അപ്പോൾ അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെസ്, നിങ്ങളുടെ ഡിസിഷൻസ് ഓരോ സ്ഥലങ്ങളിലും ഓരോ പോയിന്റിലും നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് വേണം ഓരോ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നതിനായിട്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇതിൻ്റെയൊക്കെ ബേസിൽ വേണം നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട്, ലാസ്റ്റ് ഡെസിഷൻ എടുക്കാനായിട്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എക്സ്പേർട്ടിന്റെ ഒരു അഡ്വൈസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതായിരിക്കണം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരെ കരിയറിനെ സംബന്ധിച്ച് ഈ 2025 രണ്ടാം പകുതിയിൽ എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാക്സിമം എത്ര കണ്ട് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഉയർച്ച ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ, ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അതിൽ ഫോക്കസ് ചെയ്ത് പരമാവധി നിങ്ങൾ ആ ഒരു നോളേജ് അക്വയർ ചെയ്യുക, സ്കിൽസിൽ കൂടുതൽ ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ പരിചയക്കാർ നിങ്ങൾക്ക് തരുന്ന, അപ്പൊ നിങ്ങളുടെ ആ ഒരു കരിയറിൽ എന്താണോ സ്വപ്നം അതിലേക്ക് എത്തുന്നതിന്, അതിലേക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അഡ്വൈസസ്, സജഷൻസ്, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ഇത് കൊണ്ടുതരുന്നുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ വഴിയാണ് ഇത് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. അവിടെ നിങ്ങളുടെ ഈഗോ ഇടയിൽ കയറാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കരിയറിൽ ഈ 2025 രണ്ടാം പകുതിയിലാണ് സംഭവിക്കുന്നത്. അതങ്ങോട്ട് സംഭവിക്കാൻ അനുവദിക്കാം. ഒരു ജഡ്ജ്മെന്റ് ഡേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചോ, ആരൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അനീതി അനുഭവിക്കാൻ ആരൊക്കെ കാരണമായോ അവർക്കുള്ളത്, അവർ ചെയ്തതിന്റെ ഫലമൊക്കെ അവർ അനുഭവിക്കും എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ടെന്നും നിങ്ങൾ അനുഭവിച്ചതെല്ലാം യൂണിവേഴ്സിന് അറിയാമെന്നും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളായിട്ടൊരു റിവെഞ്ച് എടുക്കാനോ അവർക്ക് മോശം വരണം അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അത് കഴിഞ്ഞു പോയതാണ് അല്ലെ. അവർക്കുള്ളത് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾക്കുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളുടെ കോൺസിക്വൻസ് യൂണിവേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ അതിലിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുക. അവരെ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവരെ കരിയറിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പൊ നിങ്ങൾ അവരെന്ത് സുഖമായിട്ട് ജീവിക്കണേ, ഞാൻ മാത്രമാണ് പ്രശ്നങ്ങൾ അനുഭവിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും കഴിവതും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ആളുകൾ, വ്യക്തികൾ അവരുടെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്പർ 1 തിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കരിയറിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിട്ടുള്ളത്, ആരൊക്കെ കാരണമാണോ വിഷമം, സങ്കടം, ഫ്രസ്ട്രേഷൻ ഒക്കെ അനുഭവിച്ചിട്ടുള്ളത്, അവരെ കുറിച്ച്, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ ആണെങ്കിൽ പോലും മെൻഷൻ ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞു പോയതാണ്. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് വരാത്തത്. കാരണം നിങ്ങൾ കരിയർ വൈസ് നിങ്ങൾ വളരെ ലോ വൈബ്രേഷൻ എനർജിയിലാണ് ഇപ്പോൾ. നിങ്ങളത് ഒബ്സർവ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നെഗറ്റീവ് ടോണോടെ. ഞാൻ എത്ര ചെയ്താലും എനിക്ക് ഇതിനൊന്നും ഇല്ല. വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവർ ചിലപ്പോൾ അത്രയും ജെനുവിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അവര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്താ കുഴപ്പം, അവര് നല്ല ഇതായിട്ട് നിൽക്കുന്നില്ലേ, എനിക്ക് ഇങ്ങനൊന്നും കിട്ടുന്നില്ല. ഈ ഒരു ടോക്ക് ഉണ്ടല്ലോ,
നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിഷമം പറയുന്നതായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ കരിയറിൽ പ്രോഗ്രസ്സിന് വലിയൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് അവര് അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി അല്ലെങ്കിൽ അവരെ ചെയ്തതിന്റെ കോൺസിക്വൻസ് അത് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കും. അതൊരു ഫാക്റ്റ് ആണ്. ഓക്കെ, അത് നിങ്ങളായിട്ട് എത്തിക്കാനും ശ്രമിക്കരുത്. നിങ്ങൾ അതിലിങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അവിടെ അവർ ബെനിഫിറ്റിലേക്ക് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ചില ഡിസിഷൻസ് ഒക്കെ നിങ്ങൾ ബിയോണ്ട് യുവർ കൺട്രോൾ, നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങളൊന്നും. അപ്പൊ നിങ്ങൾ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവണേലും ഒരർത്ഥമില്ല. അപ്പോ എന്താ പറയാ, അന്യായമായിട്ട് കുറെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന ആ ആൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അവർക്കുള്ള മറുപടി യൂണിവേഴ്സ് കൊടുത്തോളൂ. അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അവരുടെ കരിയറിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളത് എന്താ പറയാ നിസ്സാരവത്കരിക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാവണോ, നിങ്ങൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. എത്ര കാലം നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ ഇതൊരു പ്രോഗ്രസ് ഉണ്ടായില്ല ഇങ്ങനെ ഈ നെഗറ്റീവ് ടോക്സ് നിങ്ങൾ തന്നെ ഇത് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ കൂടുതലും പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ആ കൂടുതൽ നെഗറ്റീവായിട്ട് പറയാതിരിക്കുമ്പോൾ എന്തുണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് കിട്ടില്ല. അത് ഗ്യാരണ്ടിയാണ്. അത് അനുഭവിക്കാൻ യോഗയില്ലാണ്ടല്ല, നിങ്ങൾ ആ എനർജി ആയിട്ട് അലൈൻഡ് ആവണ്ടേ, അപ്പോഴല്ലേ അത് സംഭവിക്കുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ നല്ലൊരു സമയം വരണത് ആക്ച്വലി. പക്ഷെ അത് നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ആ കഴിഞ്ഞു പോയ കാലത്തിനെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ, ആരൊക്കെ കാരണമാണ് അനുഭവിച്ചത്, അതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കരിയറിൽ ഉന്നതിയിലെത്താൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആ കരിയറിൽ ഉന്നതിയിലെത്താൻ നിങ്ങൾ എന്ത് ചെയ്യും അത്. അപ്പുറത്തിരിക്കുന്നവരുടെ കരിയറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ കൺസേൺഡ് ആകേണ്ട ആവശ്യമില്ല. അവർക്ക് എന്നേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എന്താ പറയാ എലിജിബിലിറ്റി ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് അവർക്ക് കിട്ടി, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, അതും ഒക്കെ കമ്പാരിസൺ ആണ്. കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിന് യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ബ്രേക്ക് ത്രൂ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ സ്ട്രെങ്ത് കൃത്യമായി അറിയാനും പല വേഴ്സ്റ്റ് സിറ്റുവേഷൻസിൽ ഉള്ളവരെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ആയിട്ടുള്ളവരെ നല്ല പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണമെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? കാരണം നിങ്ങൾ എത്തേണ്ട ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ഹൈ പൊസിഷൻ ആയിരിക്കും. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകളായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ അവരെയൊക്കെ വളരെ സ്ട്രാറ്റജിക്കലി ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ കരിയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പൊ ഈ തരുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓരോ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം, കട്ട് ഓഫ് ചെയ്യേണ്ടവരെ കട്ട് ഓഫ് ചെയ്യണം. അത് നിങ്ങൾക്ക് പറ്റണം. ഇപ്പൊ പറ്റിയില്ലെങ്കിൽ അത് എനിക്ക് ആ ജോലി കിട്ടുമ്പോൾ ഞാൻ ചെയ്യും, ഇല്ല നിങ്ങൾ ചെയ്യില്ല. ഇപ്പൊ ചെയ്യണം. ഇപ്പൊ ചെയ്താലേ അപ്പോഴും ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ അപ്പോഴും ചെയ്യില്ല. ഓക്കെ, വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓരോ തവണയും നിങ്ങൾ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ഉണ്ട്, നിങ്ങളുടെ എന്താ പറയണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സയൻസ് വളരെ പ്രകടമായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അത് വേണ്ട, അത് ശരിയായ രീതിയല്ല എന്നുള്ളത്. നിങ്ങൾ ആ വാണിംഗ് ഒക്കെ വിട്ടുകളയാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് അല്ല. എന്നാലും ഞാൻ അങ്ങനെ പറയില്ലേ, എന്താ മനുഷ്യനല്ലേ, നമ്മൾ മനുഷ്യരാണ് ഓഫ്കോഴ്സ്. പക്ഷെ നമ്മളിവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പാസ്റ്റിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാലേ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കരിയറിലും ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത്. പ്രോഗ്രസ് വേണോ? നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സമയം അതിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിരിക്കണം. എല്ലാം വ്യക്തികൾ, ബന്ധങ്ങൾ, സാഹചര്യം, അതിനെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കണം. അതിൽ ഇനി നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങള്, അതിലേക്ക് എത്താൻ വേണ്ടുന്ന നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന്റെ 100% നിങ്ങൾ കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോഴാണ് രണ്ടാം പകുതിയിൽ അതിന്റെ ഒക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. ഇതെപ്പോഴും മനസ്സിൽ വെക്കാം. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്?
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പൈസീസ്, ജെമിനായി, നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിലെ പൈസീസ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജെമിനായി പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ വിന്റർ സീസൺ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഓക്കെ, മാർച്ച് ഓൾമോസ്റ്റ് പറയാം, വളരെ സിഗ്നിഫിക്കന്റ് ആണ് നിങ്ങൾക്ക്. ഫ്രൈഡേ, വീക്ക് ഡേയ്സിൽ ഫ്രൈഡേ ആണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഫ്രൈഡേ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പിന്നെ നിങ്ങളുടെ പേരില് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനിഷ്യൽ എസ്, സി അല്ലെങ്കിൽ സെഡ്, ഡി ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് എല്ലാം ഉണ്ടാകാം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് മന്ത്സ് കിട്ടിയിട്ടുള്ളത് ജനുവരി, മാർച്ച്, മെയ്, ജൂൺ, സെപ്റ്റംബർ. അപ്പൊ ജൂൺ, നമ്മളിപ്പോൾ ജൂണിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൂൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെപ്റ്റംബർ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ വിന്റർ സീസൺ സിഗ്നിഫിക്കന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ജാനുവരി, മാർച്ച് കംപ്ലീറ്റ്ലി ഇല്ല, പക്ഷെ എന്നാലും മാർച്ചും കൂടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെപ്റ്റംബർ, ജൂൺ. അപ്പൊ ഈ സമയത്ത് ഇത് ക്രൂഷ്യൽ മൊമെന്റ് ആണ്, ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് കഴിയാറായി. പക്ഷെ ഇനിയെങ്കിലും ഉള്ള ദിവസമെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മെന്റാലിറ്റി, ഒരു വിക്ടിം മെന്റാലിറ്റി എന്നാണ് അതിനെ പറയാം. എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അതിങ്ങനെ വിക്ടിം മെന്റാലിറ്റി ആണ്. അത് മാറ്റുക. നിങ്ങളൊരു വിക്ടിമായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഉയരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിക്ടിം മെന്റാലിറ്റി മാറ്റിയേ പറ്റുള്ളൂ. അതിന് ഈ അനാവശ്യമായ കമ്പാരിസൺസ് വേണ്ടെന്ന് വെക്കുക. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ന്യായം അല്ല, അന്യായമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും, നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾക്ക് ഉള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ ഉള്ള ഉത്സാഹം നഷ്ടപ്പെടാ ചെയ്യുക. അപ്പൊ എന്തുണ്ടാവും, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾക്ക് തോന്നാതാവും. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങളുടെ ഉള്ള സമാധാനത്തിന് തല്ലിക്കെടുത്തുന്നതാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നില്ല, ദോഷമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതികൾ 3, 5, 9, 23, 28 ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം. അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. അത് കൂടാതെ ഈ തീയതികൾ ഇനി വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു, ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി, സോറി. വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോവാം. ഒരു ചാനലിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു എഡ്യൂക്കേഷൻ ബേസിലുള്ള ഒരു ചാനലാണ്. ദ ഗ്രീൻ കരിക്കുലം എന്നാണ് പേര്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ അത് പറഞ്ഞില്ലായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊന്ന് പോയി നിങ്ങൾ ആ ചാനൽ നോക്കണം. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അധികം ആയിട്ടില്ല, പക്ഷെ അതിൽ എന്താ പറയണ്ടേ, MSc BSc ലെവൽ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ ആ വിഷയത്തിൽ PhD എടുത്തിട്ടുള്ള ഒരാളാണ് ആ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള ചാനലാണ്. അതിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഓരോ ടോപ്പിക്കിലും വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഷോർട്സിന്റെ രൂപത്തിലും നിങ്ങൾക്ക് ചില പ്രാക്ടിക്കൽ സെഷൻസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടികൾ ഈ പറഞ്ഞ പോലെ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര്, PSc ഈ ലെക്ചർ പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന, PSc എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ബോട്ടണി ആയിട്ട് പഠിച്ചിട്ടുള്ള അവർക്കൊക്കെ. അപ്പൊ ആ ഈ പറഞ്ഞ ലെവലിലുള്ള എല്ലാവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആ ഒരു ചാനലിൽ റിവൈസ് ചെയ്യും. ഓക്കെ, അതിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ 10-20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു മുതൽക്കൂട്ടാണ് ഈ ബോട്ടണി വിഷയം പഠിക്കുന്നവർക്ക്. അതിപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും PG ആണെങ്കിലും നീറ്റിനാണെങ്കിലും അല്ലെങ്കിൽ PScക്ക് പഠിക്കുന്നവരാണെങ്കിലും ഈ ബോട്ടണി വിഷയം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. അത് വിഷ്വലി നിങ്ങൾക്ക് കാണാനും പഠിക്കാനും പറ്റും, വളരെ എളുപ്പമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള എന്താ പറയാ ക്ലാസ്സസ്, ട്യൂട്ടോറിയൽസ് അതിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ ചാനലിൽ ലിങ്ക് അടക്കമായിട്ട് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം അതൊരു ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പഠിക്കുന്ന കുട്ടികൾ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഈ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നവരുണ്ട് എങ്കിൽ അവരിലേക്ക് ഇത് എന്തായാലും എത്തിക്കുക. അവർക്കത് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പൊ എല്ലാവർക്കും ട്യൂഷനൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ചാനൽ വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങൾക്ക് മാക്സിമം നിങ്ങളിൽ ഉള്ള നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള സ്റ്റുഡൻസിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ചാനലാണ് അതും ഉണ്ട്. പക്ഷെ ആ ആള് ആ വിഷയത്തിൽ ഫുള്ളി ഗിഫ്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വളരെ ധൈര്യമായിട്ട് ഈ ചാനല് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് എന്തായാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുക, വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ, അത് അത്രയും നല്ല രീതിയിലാണ് അതിലെ കാര്യങ്ങൾ ഒരു ക്ലാസ് എടുക്കുന്നതും അത്രയും സ്ട്രാറ്റജിക് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ വിഷയങ്ങളിൽ ട്യൂട്ടോറിയൽ ഇടുന്നതാണെങ്കിലും ഷോർട്സ് ഇടുന്നതാണെങ്കിലും. അപ്പോൾ അത് ഇനി പോകെ കൂടുതൽ ക്ലാസ്സസും അതുപോലെ തന്നെ വീഡിയോസ് ലാബ് സെഷൻസ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ മാക്സിമം ഇപ്പോൾ എല്ലാവരിലേക്കും അത് എത്തിക്കുക, സ്റ്റുഡൻസിലേക്ക് മാക്സിമം എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് ഞാൻ ഇപ്പോഴേ നന്ദി പറയുന്നു. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ ഡയറക്റ്റ് ലിങ്ക് അയച്ചു തരാം ആ ചാനലിന്റെ. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിൽ ഇടുന്നുണ്ട്, അവിടെ പോയാലും നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 2025 രണ്ടാം പകുതിയിൽ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയായിരിക്കും. അതിൽ നമ്മൾ ആദ്യം തന്നെ ജൂലൈ മാസത്തെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ജൂലൈ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കരിയർ എങ്ങനെയാകും. ജൂലൈ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കരിയർ എങ്ങനെയാകും. ഓക്കെ, നമുക്ക് ഡെത്ത് കാർഡാണ് ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിക്കണേ. ഓക്കെ, clarify the death card. 5 of Wands. Clarify the 5 of Wands. നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ്, ഓക്കെ, ചിലപ്പോൾ അത് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആളുകളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് എനർജി ഉള്ളതായിട്ട് കാണുന്നു. അത്തരത്തിലൊരു സിറ്റുവേഷൻ, കരിയറിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാകുന്നതാണ് ജൂലൈ 2025. ജൂലൈ 2025 നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ സം സോർട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു അവസരമായിരിക്കാം. ഇതിൽ നിന്ന് ബെറ്റർ ഒരു വർക്കിലേക്ക്, ഇതിൽ നിന്ന് ബെറ്റർ ഒരു കരിയറിലേക്ക് മാറുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിരിക്കാം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, ജൂലൈ 2025 ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഡിസഗ്രിമെന്റ്സ്, നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവിടെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണുന്നു. വേണമെങ്കിൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എത്തിക്സ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളെ കൃത്യമായി അക്നോളജ് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടുന്ന റിവാർഡ്സ് കൊടുക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ ഒരു അവസരമാണ് ജൂലൈയില് യൂണിവേഴ്സ് തരുന്നത്. അത് കിട്ടുമ്പോൾ നിങ്ങൾ ആ അവസരം ഉപയോഗിക്കുക, ഇതിനെ വേണ്ടാന്ന് വെക്കുക, കിട്ടുന്ന അവസരവുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം ആണ് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ സമാധാനം ഈ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കരിയറിന് ഉപേക്ഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാൻ പോകുക. അപ്പൊ അത് ക്ലോസ് ചെയ്യണം, മനസ്സിലായില്ലേ? ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കാതിരിക്കരുത്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനാണ് നിങ്ങൾക്ക്, ആ സമാധാനം ലഭിക്കുന്നതിനാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ജൂലൈയിൽ യൂണിവേഴ്സ് കൊടുത്തിരുന്നത്. അതിനെ നിങ്ങൾ കൃത്യമായിട്ടും ഉപയോഗിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ, ഒരു എൻവയോൺമെന്റിലേക്ക് നിങ്ങൾ കരിയറിൽ മാറുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എത്തിക്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തൊക്കെ റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണോ നിങ്ങൾ ജൂലൈയിൽ നിങ്ങൾ എന്താ പറയണ്ടേ, നിങ്ങൾ ആ ഒരു ജൂലൈ വരെ വർക്ക് ചെയ്യുന്ന ഒരു കരിയർ, നിങ്ങളുടെ ഇപ്പോഴുള്ള കരിയറിൽ എന്തൊക്കെയാണോ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അവരുടെ എന്തൊക്കെ രീതികളാണോ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണോ ഒരു വർക്ക് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ആളുകൾ ആയിരിക്കേണ്ടത് എന്നുള്ളതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഈ ജൂലൈയിൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നെന്ന് പറയുന്നല്ലോ, ആ കിട്ടുന്ന അവസരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു വർക്ക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് എന്താ പറയാ, ന്യായത്തിന്റെ രീതിയിൽ ന്യായവും നീതിയൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് കാണുന്നു. പിന്നെ മാത്രമല്ല, അർഹതപ്പെട്ടവർക്ക് അതിനനുസരിച്ച് അവരുടെ എന്താ പറയുക കഴിവുകൾ അക്നോളജ് ചെയ്യുക, റിവാർഡ് ചെയ്യാം,
പിന്നെ മാനിപ്പുലേഷൻ ഇല്ലാത്ത, ഓക്കെ, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിപ്പെടുന്നത്. വളരെ ഒരു ഹെൽത്തി വർക്ക് എൻവയോൺമെന്റ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു മാറ്റം, ഈ കരിയർ, ഈ വർക്ക് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്നതെന്ന് കാണുന്നു. മാത്രമല്ല നിങ്ങൾ അതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഈ ഒരു മാറ്റത്തിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നതായിട്ടും കാണുന്നുണ്ട്. സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 3യുടെ കരിയർ എങ്ങനെയാകും? 8 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ 8 ഓഫ് വാൺസ്. Clarify the 10 of wands. Clarify the 10 of wands. സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 3യുടെ കരിയർ എങ്ങനെയാകും? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്ട്രഗിൾസ് അവസാനിക്കുന്ന ഒരു സമയമായിട്ടാണ് സെപ്റ്റംബറിനെ കാണുന്നത്. സെപ്റ്റംബറിൽ നിങ്ങളെ തേടി ഒരു നല്ല വാർത്ത വരുന്നുണ്ട്, ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കാണുന്നു. മാത്രമല്ല അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, കാരണം നമുക്ക് 8 ഓഫ് വാൺസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ 8 ഓഫ് വാൺസ് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നിൽ കൂടുതൽ എന്തൊക്കെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്താനും സാധ്യതയുള്ള ഒരു സമയമാണ് സെപ്റ്റംബർ മാസം. ഓക്കെ, എന്തായാലും ഒഫീഷ്യലി നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, കരിയറിലെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അവസാനിച്ചു എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുഡ് ന്യൂസ് അതിനെല്ലാം ഓപ്പൺ ആയിരിക്കുക, സ്വീകരിക്കുക. ഓക്കെ, അത് കൃത്യമായി ഓരോ ഓപ്പർച്യൂണിറ്റിയും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഡിസയർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു കരിയറിൽ നിങ്ങൾ എവിടെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റി ഏതാണോ അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോകുക. ക്ലാരിഫൈ ദ വേൾഡ്. ഒക്ടോബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? ക്ലാരിഫൈ ദ വേൾഡ് കാർഡ്. Clarify the Page of Pentacles. Clarify the Page of Pentacles. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഓവർസീസ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഒക്ടോബറിലാണെന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ടോട്ടലി ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പറയാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാസമാണ് ഒക്ടോബർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓവർസീസ്, നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന പോലെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പോഷർ കിട്ടുന്നതിനും കൂടുതൽ ഒരു ജോലി ഉയരുന്നതിനും നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിക്കായി ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നത് ഒക്ടോബറിലാണ്. ഓക്കെ, അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കാം. അതൊരു പുതിയ എനർജിയാണ്, കുറെ പുതിയ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം അനുഭവിക്കുന്നതിന് ഒരു തുറന്ന മനസ്സോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അവസരത്തിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോകുക. ഇനി നവംബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? നവംബർ 2025 ക്ലാരിഫൈ ദ സ്റ്റാർ. Clarify the star. Clarify the star. Clarify the Ace of Cups. Okay. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം കാണുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് വിഷ് ഫുൾഫിൽ ആകുന്ന ഒരു സമയമാണ് നവംബർ. ഓക്കെ,
നവംബറിലാണ് നിങ്ങളുടെ ആ ഒരു പുതിയ റിയാലിറ്റി കരിയറിൽ നിങ്ങൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ബാലൻസ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എത്തുന്നു, ഒരു പൊസിഷനിൽ എത്തുന്നു. നിങ്ങൾ വളരെയധികം ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എവിടെയാണോ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാവി കരിയറിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളൊരു പ്രതീക്ഷയോടെയാണ് ഭാവിനെ കാണാം. കാരണം നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു നവംബർ മാസത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത് നമുക്ക് ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, അതെനിക്ക് തോന്നുന്നു പലർക്കും പല സമയത്തായിട്ട്, അതായത് കുറച്ച് വ്യത്യാസത്തിലാണ് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവണേ ഈ ഒരു കളക്റ്റീവിൽ പെട്ടിട്ടുള്ളവർക്ക്. അപ്പൊ അത് കാരണം നമുക്ക് ന്യൂ ബിഗിനിങ് നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. ജൂലൈ തൊട്ടുണ്ട്, ഓഗസ്റ്റിൽ പറയുന്നുണ്ട്, സെപ്റ്റംബറിലാണെങ്കിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇപ്പൊ നിങ്ങള് ഈ ഓവർസീസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതെങ്കിൽ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുന്നതും അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതും ഓക്കെ നമ്മൾ നവംബറിലാണ്. അത് വളരെയധികം നിങ്ങൾക്ക് ഒരു ബാലൻസ് ഹാർമോണിയസ് ആയിട്ടുള്ള, നമ്മൾ പറയില്ലേ റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം, അതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷനിലാണ്, ഡിസേർവ് ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസിലാണ് നിങ്ങളുള്ളത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നവംബറിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കരിയറിന്റെ ഭാവിയെ കുറിച്ച് ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷയാണ് ഉണ്ടാവുക. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക. കാരണം സിറ്റുവേഷൻ അത്രയും ഫേവറബിൾ ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങളായിരിക്കുന്ന കരിയർ, നിങ്ങളായിരിക്കുന്ന വർക്ക് എൻവയോൺമെന്റ് നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രമല്ല നിങ്ങൾ വളരെയധികം പീസ്ഫുൾ ആയിരിക്കും. ഒരു തരത്തിലുള്ള ഓവർ തിങ്കിങ്, സ്ട്രെസ്, ആൻസൈറ്റി ഒന്നുമില്ല. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ജോബിലായിരിക്കുക. ഓക്കെ, ഡിസംബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? ഡിസംബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയർ എങ്ങനെയാകും? Clarify the Wheel of Fortune, Pentacles, clarify the Two of Pentacles, Knight of Wands. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിസംബറിൽ നിങ്ങളുടെ തേടി ഒരു ഡിസിഷൻ, നിങ്ങൾ കരിയറിൽ ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രം റിസ്ക് എടുക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനത്തിലേക്ക് വരാം. എടുത്തു ചാടി തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം ഈ ഒരു തീരുമാനം നിങ്ങൾ ഡിസംബറിൽ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിനെ തന്നെ മൊത്തത്തിൽ 360 ഡിഗ്രിയിൽ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ശരിയായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഗുഡ് ലക്ക്, പ്രോഗ്രസ്, ഗ്രോത്ത്, ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ എത്തുക. അല്ല നിങ്ങൾ റഷ് ചെയ്ത് കാര്യം മുഴുവൻ ചിന്തിക്കാതെ കെയർലെസ് ആയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ഫേവറബിൾ അല്ലാത്തൊരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങൾ പോകുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം അത് വളരെ സ്വസ്ഥമായ ഒരു മനസ്സോടെ ഇരിക്കുമ്പോൾ ആണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടതോ ധൃതി വെച്ചിട്ടോ ഓവർ എക്സൈറ്റഡ് ആയിട്ടോ തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാരിറ്റി വേണോ, ആ ഡിസിഷൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ ആൻസേഴ്സ് വേണോ, എന്തൊക്കെ ഇൻഫർമേഷൻ വേണോ, അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആ ഡിസിഷൻ എടുക്കുക. ഓക്കെ, അതാണ് നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നത്. ഒരിക്കലും പ്രഷർ ചെയ്തിരിക്കും അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ തീരുമാനം എടുക്കാതിരിക്കാൻ പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ അത് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുതരുന്ന ഒരു ഡിവൈൻ ടൈമിംഗ് ആണ്, ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ വളരെ സ്വസ്ഥമായ മനസ്സോടെ മറ്റുള്ളവരുടെ ഒരു പ്രഷറിലോ ഫോഴ്സിലോ അല്ലാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഈ പറഞ്ഞ പോലെ അതിന് ആ ഒരു ശരിയെന്ന ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമോ അങ്ങനെ ആകുമോ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കൺഫ്യൂഷൻ നിങ്ങളാ മാറ്റിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടുന്ന ക്ലാരിറ്റി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ആ ക്ലാരിറ്റി ഒക്കെ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് തീരുമാനം എടുക്കുക. മൊത്തത്തിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിന് ഒരുപാട് പ്ലാൻ ഉണ്ട് നിങ്ങളെ കരിയറിൽ, നിങ്ങളെ ഒരു എന്താ പറയാ കൂടുതൽ സാധ്യതകളുള്ള കൂടുതൽ നല്ലൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നതിന് യൂണിവേഴ്സിന് പ്ലാൻ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ 2ാം പദ്ധതിയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പൊ അതിനെ ആദ്യമേ കയറി ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, ചിലപ്പോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പെട്ടെന്ന്
ഒരു എൻഡിങ് ഒക്കെ ജോലിയിൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അയ്യോ എന്നാലും അങ്ങനെ സംഭവിച്ചില്ലേ, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അങ്ങനെ ഒന്നും പറഞ്ഞു പോകാതിരിക്കുക. അതിനൊരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ, നിങ്ങളുടെ ചിന്തകളിലും ആ ഒരു വ്യത്യാസം വരണം. ഓക്കെ, അപ്പൊ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്യാൻ പറയുന്നു, ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോ നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടത്? ഈ 2025 അവസാനിക്കുമ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലായിട്ടുണ്ടാവണം നിങ്ങളുടെ കരിയറിൽ, എന്താണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുക. ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, അത് ഫിക്സ് ചെയ്യണം, അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി വേറെ ഒന്നിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, പിന്നെ ആ ലക്ഷ്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും നേടിയെടുക്കും എന്നൊരു ആത്മവിശ്വാസവും നിങ്ങളിൽ വളർത്താൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അത് നിങ്ങളുടെ ഡ്രീം ജോബാണ് അല്ലെ? അപ്പൊ അതിലേക്ക് എത്തുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് ലഭിക്കുന്ന സപ്പോർട്ട്, ഹെൽപ്പ്, അഡ്വൈസ്, സജഷൻ, അത് ആര് വേണേലും തരാം. നിങ്ങളുടെ ആ ഡ്രീം ജോബിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ ആ ഒരു ഡ്രീം, നിങ്ങളുടെ ആ ഒരു എയിം, നിങ്ങളുടെ ഗോൾ കരിയറിൽ ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം, ലക്ഷ്യം, അതിലേക്ക് നിങ്ങൾ എത്തുന്നതിന് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് അഡ്വൈസ്, സജഷൻസ്, സപ്പോർട്ടൊക്കെ കിട്ടുക. ആ കിട്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട്, അഡ്വൈസ്, അതെല്ലാം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചില നെറ്റ്വർക്കിംഗ് ഒക്കെ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ അതിൽ ഓൾറെഡി വർക്ക് ചെയ്ത് ഒരു സീനിയർ ലെവലായിട്ടുള്ള എംപ്ലോയീനായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ അവരായിട്ട് ഒരു മീറ്റപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ചെയ്ത് ശീലമില്ലാത്ത കാര്യമായിരിക്കും എന്ന് കരുതി നിങ്ങൾ ചെയ്യാതിരിക്കരുത്, മടി കാണിക്കരുത്, നിങ്ങൾ അത് ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം നിങ്ങളുടെ പ്രധാനം, അത് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം പ്രധാനം. പിന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പോകാൻ പറയുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പോകരുത്. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം, എന്ത് ആക്ഷൻസ് എടുക്കണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേർണിയിൽ, ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചില അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കും, ചില മീറ്റപ്പ്. അപ്പൊ ആ മീറ്റപ്പിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ മീറ്റപ്പ് അവസാനിക്കുന്നു, ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നു, അവരത് കൺവേ ചെയ്യുന്നു, അത് നിങ്ങളുടെ ഒരു സക്സസ് ആണ്. ആ സക്സസിനെ നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളത് ആഘോഷിക്കണം. ഓക്കെ, ഒരു ചെറിയ കാര്യം നടക്കുമ്പോഴേക്കും പാർട്ടി നടത്തണം എന്നല്ല പറയണം, പക്ഷെ അതിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കണം, യൂണിവേഴ്സിനോട് നന്ദി പറയണം. ഓക്കെ, ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള ക്ലൂസ് എന്താണെന്ന് നോക്കാം. ക്യാപ്സ്യൂൾ ക്ലൂസ്. ഇപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഈ ക്ലൂസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജൂലൈ മാസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജൂലൈയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി കിട്ടിയത് ജൂലൈയിലാണ്. അപ്പൊ ജൂലൈ മാസം വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ജൂലൈ നിങ്ങൾ ജനിച്ച മാസമായിരിക്കും, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പിന്നെ നമുക്ക് വീക്ക് ഡേയ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ സൺഡേ, ട്യൂസ്ഡേ ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ സൺഡേ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങളുടെ കരിയറിന്റെ ഗോള് നേടിയെടുക്കുന്നതിന്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, അതെപ്പോഴും അത് തുടക്കം കുറിക്കുന്നത് ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഈ 2 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നു. പിന്നെ കാപ്രിക്കോൺ, നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ കാപ്രിക്കോൺ പ്ലേസ്മെന്റ് ഉണ്ടാകാം. പ്രധാനപ്പെട്ട തീയതികൾ 3, 10, 11, 12, 13, 17. ഈ തീയതികള് ഇനി വരുന്ന മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ലെറ്റേഴ്സ് HLCRT. ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഇതിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ലെറ്റേഴ്സ്, ഈ കണ്ട ആൽഫബറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 3 റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്.
റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു ചാനലിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ അതൊരു വളരെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചാനലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ചാനലാണ്. ഓക്കെ, അപ്പൊ ബോട്ടണി എന്ന വിഷയത്തില് PG ഡിഗ്രി ചെയ്യുന്നവര്, നീറ്റ് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവര്, അതായത് നീറ്റ് പരീക്ഷ ജനറൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവര്, ഓക്കെ, പിന്നെ PSC, അത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ബോട്ടണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തസ്തികയിലേക്ക് അല്ലെങ്കിൽ ബോട്ടണി വിഷയം ഉൾപ്പെടുന്ന PSC പരീക്ഷകൾ ഉണ്ടാകും. അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ ഗുണകരമാകുന്ന ഒരു ചാനലാണ്. ചാനലിന്റെ പേര് ദ ഗ്രീൻ കരിക്കുലം എന്നാണ്. ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വായിക്കാം. ഓക്കെ, ഈ ഒരു ചാനലില് ട്യൂട്ടോറിയൽസ് കൊടുക്കുന്നുണ്ട്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 10 വർഷത്തെ, കഴിഞ്ഞ 10 വർഷത്തോട്ട് 20 വർഷത്തെ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതും ആവാം. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, ബോട്ടണി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ കൂടുതൽ ഒരു അറിവ് നേടണം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും റെക്കമെൻഡ് ചെയ്യാൻ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയും ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഷോർട്സിലൂടെ ഈ പറഞ്ഞ പോലെ ലാബ് സെഷൻസ്, ചെറിയ ചെറിയ ലാബ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് വീഡിയോസ് ആണ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ പോലും നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾ ഉണ്ടാവില്ല, പഠിക്കുന്നവരുണ്ടാവും, അവരിലേക്ക് ഈ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യുക. അവർക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ അവരോടും അവരുടെ പരിചയത്തിലുള്ള കുട്ടികളിലേക്ക്, സ്റ്റുഡൻസിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, ഇത് വളരെ ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു ചാനലാണ് സ്റ്റുഡൻസിന്. പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവർക്കും ഒന്നും ട്യൂഷൻ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പറ്റാത്തവർക്ക് ഈ ഒരു ചാനൽ വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. അത് എനിക്ക് ഗ്യാരണ്ടി തരാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഒരു ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ മാക്സിമം എൻകറേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിൽ, ഈ ബോട്ടണി വിഷയത്തിൽ PhD എടുത്തിട്ടുള്ള ഒരാളാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ക്ലാസ്സിനും അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള ക്ലാസ്സസ് ആണ് കിട്ടുക. അപ്പൊ ഒരേ ടോപ്പിക്കിൽ തന്നെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇടുക. അപ്പൊ ഏത് ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നത് അതിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സസ് കേൾക്കാം. അപ്പൊ അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഓക്കെ, അതുപോലെ ചാനലിന്റെ ലിങ്കും അയച്ചു തരാം. ദ ഗ്രീൻ കരിക്കുലം എന്നാണ് പേര്. ഞാൻ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയിട്ട് നോക്കാം. അപ്പോ അതെനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നൽകുക. അപ്പൊ ഇനി നമ്മൾ വേറൊരു റീഡിങ്ങിലൂടെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്